സുഹൃത്തുക്കളെ, നോയിഡ, മാനേസർ, ഗുരുഗ്രാം, പാണിപ്പത്ത് തുടങ്ങിയ വ്യവസായ മേഖലകളിൽ തുടർച്ചയായി നടക്കുന്ന തൊഴിലാളി പ്രതിഷേധങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല. ഇവ വർഷങ്ങളായി അടങ്ങിക്കിടന്ന തൊഴിലാളി വർഗത്തിൻ്റെ സന്തോഷമില്ലായ്മയുടെ പ്രകടനങ്ങളാണ്. വിവിധ മേഖലകളിലായി വ്യാപിച്ച് സമാന ആവശ്യങ്ങൾ ഉയർത്തുന്ന ഈ സമരങ്ങൾ ഇന്ത്യയിലെ തൊഴിൽ വ്യവസ്ഥയിൽ തന്നെ ഒരു ഘടനാപരമായ പ്രശ്നം നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു. ഈ സമരങ്ങളുടെ കേന്ദ്രത്തിൽ കൂടുതലായും യുവാക്കളും സ്ത്രീകളും അടങ്ങിയ തൊഴിലാളികളാണ്. അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ പുതിയതൊന്നുമല്ല. നിലവിലുള്ള നിയമങ്ങളും ഭരണഘടനയും ഇതിനകം ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്. കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കുക, 8 മണിക്കൂർ ജോലി സമയം ഉറപ്പാക്കുക, ഓവർ ടൈം വേതനം നൽകുക, ശമ്പള ഇടപാടുകളിൽ വ്യക്തത ഉറപ്പാക്കുക, ഇവയെല്ലാം ഇതിനകം തന്നെ നിയമങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. എന്നിട്ടും ഇവയെ അവകാശമായി ലഭിക്കാതെ തെരുവിൽ സമരം നടത്തി ആവശ്യപ്പെടേണ്ടി വരുന്നത് നിയമവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ വിടവ് വെളിപ്പെടുത്തുന്നു. ഇത് തൊഴിലാളികൾ ഉയർത്തുന്ന അടിസ്ഥാന ചോദ്യത്തിലേക്ക് നയിക്കുന്നു. നിയമം കടലാസിൽ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നിയമം അവകാശങ്ങൾ ഉറപ്പാക്കാൻ പരാജയപ്പെടുകയും ചിലപ്പോൾ തൊഴിലാളികൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നീതി തേടാനുള്ള മാർഗം എന്താണ്? ഈ പ്രശ്നങ്ങൾ പ്രധാനമായും 2 വിഷയങ്ങളിലൂടെയാണ് വ്യക്തമായി കടന്നു പോകുന്നത്: വേതന വ്യത്യാസവും ജീവിക്കാനുള്ള ചെലവും. ഡൽഹി, നോയിഡ, ഗുരുഗ്രാം തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയൻ NCR യഥാർത്ഥത്തിൽ ഒരു ഏകീകൃത തൊഴിൽ വിപണിയാണ്. തൊഴിലാളികൾ ജോലി തേടി ഈ പ്രദേശങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. എന്നാൽ വാടക, ഭക്ഷണം, ഗതാഗതം തുടങ്ങിയ ജീവിത ചെലവുകൾ എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ്. ഇതിനിടെ മിനിമം വേതനം സംസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ 2026 ഏപ്രിൽ മാസത്തിലെ പുതുക്കലിന് ശേഷം നോയിഡയിൽ ഏകദേശം 13,690 രൂപയാണ്. ഗുരുഗ്രാമിൽ ഏകദേശം 15,200 രൂപയാണ്. ഡൽഹിയിൽ ഇത് 18,400 കൂടുതലാണ്. ഈ വർധനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിത ചെലവിനൊപ്പം താരതമ്യം ചെയ്യുമ്പോൾ ഇത് മതിയാകുന്നില്ല. ഇപ്പം നിയമപ്രകാരം മിനിമം വേതനം ഒരു അടിസ്ഥാന ശമ്പളവും വിലക്കയറ്റത്തെ അനുസരിച്ച് മാറുന്ന അലവൻസും ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പരിഷ്കാരങ്ങൾ ചെലവുകൾക്കൊപ്പമല്ല. അതിനാൽ ശമ്പളം വർദ്ധിച്ചാലും യഥാർത്ഥ വരുമാനം കുറയുകയാണ്. പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നത് NCRനെ ഒരു ഏക സാമ്പത്തിക മേഖലയായി കാണുമ്പോഴാണ്. ഒരേ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികൾ, ഒരാൾ ഡൽഹിയിലും മറ്റൊന്ന് നോയിഡയിലും, തമ്മിൽ 5,000 മുതൽ 6,000 രൂപ വരെ വേതന വ്യത്യാസമുണ്ട്. എന്നാൽ അവരുടെ ജീവിത ചെലവിൽ വലിയ വ്യത്യാസമില്ല. ഇത് ഭരണഘടനയിലെ സമത്വ തത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. കൂടാതെ ദേശീയ തലത്തിലെ നിശ്ചയിക്കുന്ന ഫ്ലോർ വേതനം, അതായത് അടിസ്ഥാന വേതനം, സംസ്ഥാനങ്ങൾക്ക് താഴെ പോകാനാകാത്ത ഒരു കുറഞ്ഞ പരിധി മാത്രമാണ്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്നില്ല. അതിനാൽ ഒരേ തൊഴിൽ വിപണിയിൽ ഉണ്ടായാലും വേതന വ്യത്യാസം തുടരും. സുപ്രീം കോടതിയുടെ വിധികൾ പ്രകാരം മിനിമം വേതനം എന്നത് വെറും ജീവൻ നിലനിർത്താനുള്ളതല്ല. ആരോഗ്യപരമായ ജീവിതം, വിദ്യാഭ്യാസം, സാമൂഹിക പങ്കാളിത്തം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മാന്യമായ ജീവിതം ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് യാഥാർത്ഥ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ട്രേഡ് യൂണിയനുകൾ ഏകദേശം 23,500 എന്ന കുറഞ്ഞ വേതനം ആവശ്യപ്പെടുന്നത്. ഇത് യാദർച്ഛികമായൊരു സംഖ്യയല്ല. ഭക്ഷണം, വസ്ത്രം, താമസം, ഗതാഗതം തുടങ്ങിയ യഥാർത്ഥ ചെലവുകൾ അടിസ്ഥാനമാക്കി കണക്കാക്കിയതാണ്. മറ്റൊരു പ്രശ്നം കരാർവൽക്കരണവും സുരക്ഷിതത്വമില്ലായ്മയുമാണ്. ഇന്നത്തെ സമരങ്ങൾ വസ്ത്രനിർമ്മാണം, ഓട്ടോമൊബൈൽ, ഗോഡൌൺ, ഗിഗ് ജോലി മേഖലകൾ തുടങ്ങി വിവിധ മേഖലകളായി വ്യാപിച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല, തൊഴിൽ വ്യവസ്ഥയുടെ ഘടനാപരമായ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരം ജോലികൾക്ക് പകരം കരാർ, ഔട്ട്സോഴ്സ്, പ്ലാറ്റ്ഫോം ജോലി തുടങ്ങിയ രീതികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിലൂടെ കമ്പനികൾ നിയന്ത്രണം കൈവശം വെച്ചുകൊണ്ട് ഉത്തരവാദിത്തം ഇടനിലക്കാരിലേക്ക് മാറ്റുന്നു. ഇത് തൊഴിലാളികൾക്ക് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ശമ്പളം വൈകുന്നത്, ഇടനിലക്കാർ കമ്മീഷൻ പിടിക്കുന്നത്, ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള അനധികൃത പിൻവലിക്കൽ, ജോലി തുടരാൻ കമ്മീഷൻ നൽകേണ്ടി വരുന്നത്. ഒരു സംഭവത്തിൽ ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ തൊഴിലാളികളെ വളണ്ടിയർ എന്ന പേരിൽ നിയമിച്ച് കുറഞ്ഞ വേതനം നൽകുന്നത് കണ്ടു. മറ്റൊരു സംഭവത്തിൽ തൊഴിലാളികളുടെ ബാങ്ക് കാർഡുകൾ തന്നെ കരാറുകാർ കൈവശം വെച്ച് ശമ്പളത്തിൽ നിന്ന് പണം പിടിച്ചെടുക്കുന്ന രീതിയും കണ്ടെത്തി. ഇത്തരം സാഹചര്യങ്ങൾ തൊഴിലാളികളെ സാമ്പത്തികമായി ആശ്രിതരാക്കി സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. സർക്കാരിൻ്റെ പ്രതികരണം എന്താണ്?
ഈ സമരങ്ങൾക്കെതിരെ പല സ്ഥലങ്ങളിലും കർശനമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടു. നിരവധി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു, കേസുകൾ രജിസ്റ്റർ ചെയ്തു. ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത വിവരം പോലും കുടുംബങ്ങൾക്ക് അറിയാത്ത സാഹചര്യം ഉണ്ടായി. സമരങ്ങളെ നക്സൽ ബന്ധം ഉണ്ട് എന്ന് ചിത്രീകരിക്കുന്നത് തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതാണ്. തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അവ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാത്തപ്പോൾ നിയമം ഒരു ശൂന്യരൂപമായി മാറുന്നു. ഈ സമരങ്ങളെ വെറും അക്രമം ആയി മാത്രം കാണുന്നത് തെറ്റാണ്. ഇവ തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളാണ്. നിയമം വാഗ്ദാനം ചെയ്യുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഈ സമരങ്ങളുടെ യഥാർത്ഥ കാരണം.